ഇന്നത്തെ എപ്പിസോഡിൽ സൂപ്പറായിട്ട് സ്പെഷ്യലായിട്ടൊരു എപ്പിസോഡായിട്ട് വരുന്നതിൽ എന്താ വെച്ചാൽ ചിരിക്കാനുള്ള വക എന്താ വെച്ചാൽ സുധിയുടെ കടയിൽ ആരോ മുട്ടയിൽ കൂടോത്രം വെച്ചേക്കാണ്. ആ കൂടോത്രം ഏൽക്കുക സുധി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്കാണെന്ന് പറയുമ്പോൾ സുധി ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നത് സുധിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ അമ്മയാണെന്നാണ്. അപ്പോൾ കൂടോത്രം ഏൽക്കാൻ പോകുന്നത് ആർക്കൊക്കെ? സുധിക്കും സുധിയുടെ അമ്മ ചന്ദ്രമതിക്കാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടി ചന്ദ്രയുടെ. അത് ശ്രുതി നടത്തിയ നാടകത്തിൽ ഭാമ വീണിട്ട് ഭാമ ചന്ദ്രയെ വിളിച്ച് പറയുന്നുണ്ട്, 2 ലക്ഷം രൂപ കിട്ടി, ഞാൻ നോക്കിയത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, ഷെൽഫിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ രേവതീനെ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ ഭാമേ? സോറി ചന്ദ്രേ, നീ എന്തൊക്കെ പറഞ്ഞു രേവതീനെ, എത്ര കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രൻ അടുത്തിരുന്ന് പറയാണ്, ആക്ച്വലി ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി മോളെ, അച്ഛനോടൊന്നും തോന്നരുത്. ചന്ദ്ര, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നീ രേവതീനെ പറഞ്ഞത് ശ്രുതിയെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ശ്രുതി മിണ്ടാതിരിക്കുമോ? വർഷയെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ വർഷയെ മിണ്ടാതിരിക്കുമോ? നീ അവർ രണ്ടുപേരും വലിയ കാശുള്ള വീട്ടിലത്തെ മരുമക്കളാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ അവർ രണ്ടുപേരും പറയാതെ ഒരു ഗതിയില്ലാത്തതുകൊണ്ടല്ലേ നീ രേവതീനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിഷമിച്ചിരിക്കുകയാണ് രേവതി. അവളുടെ മനസ്സെന്ത് മാത്രമേ വിഷമിച്ചിട്ടുണ്ടാവും എന്നറിയോ നിനക്ക് ചന്ദ്രയെ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിയോട്. എന്നിട്ട് ചോദിക്കുകയാണ് വർഷയോട്, വർഷേ മോളെ, ഇപ്പം നിൻ്റെ പേരിലാണ് അമ്മ ഈ കുറ്റം വെച്ചേക്കണമെന്ന് വിചാരിക്കുക, അമ്മ ഈ കുറ്റം വെച്ചേക്കുന്നത് നിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിൻ്റെ റിയാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, ഞാൻ രേവതി ചേച്ചി പോലെ കയ്യും കെട്ടി മിണ്ടാതിരിക്കുന്നല്ല, എൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറ്റപ്പെടുത്തി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്കിളെ എന്ന് പറയാണ് വർഷ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി അകഞ്ഞെട്ടാണ്. അപ്പോൾ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയാണ്, നിനക്കറിയാം ഇവളോട് രേവതിയോട് പെരുമാറിക്കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു ജീവിതമാണ് അവളൊരു പാവാന്ന് നിനക്കറിയാം. എന്ത് പറഞ്ഞാലും ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം കണ്ടും കേട്ടും സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന കുട്ടിയാണ് രേവതി, നിനക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ നീ അവളുടെ മേലിലിങ്ങനെ പഴിചാരണ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് ചന്ദ്രമതിനെ കുറ്റപ്പെടുത്താണ് രവീന്ദ്രൻ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് സച്ചി രേവതി ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, നിനക്കൊരു ധാരണയുണ്ട്, അവളുടെ അച്ഛൻ മരിച്ചല്ലോ, അവളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാളും നാഥനില്ല എന്നുള്ളൊരു ധാരണയുണ്ട് അല്ലേ? അവളുടെ അച്ഛൻ മരിക്കുമ്പോൾ അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവളുടെ അച്ഛൻ മരിച്ചു വെച്ചിട്ട് അവൾക്ക് അച്ഛനില്ലാതായിട്ടില്ല ചന്ദ്രേ, ഞാനാണ് അവളുടെ അച്ഛൻ. അവളെന്നെ അച്ഛനെ പോലെയാണ് കരുതുന്നുണ്ടെങ്കിൽ അവൾക്കുള്ള സ്നേഹം ഞാൻ എന്നും കൊടുത്തിരിക്കും. ഞാനാണ് അവളുടെ അച്ഛൻ, അവളുടെ അച്ഛനെ പോലെയല്ല, ശരിക്കും അവളുടെ അച്ഛൻ ഞാനാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരാവശ്യം വരുമ്പോൾ എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാനുണ്ടാവും, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ സച്ചി രേവതി ഒരിക്കലും ഇവിടെ ഒറ്റപ്പെട്ട് പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് രവീന്ദ്രൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി നിന്ന് കരയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെന്തിനാ വിഷമിക്കണേ? മോള് വിഷമിക്കണ്ട, മോളുടെ കൂടെ എന്നും ഈ അച്ഛനുണ്ടാവും പറയുമ്പോൾ അച്ഛാന്ന് വിളിച്ചിട്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കാണുമ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിനും സച്ചിക്കും ഒക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞേക്കാണ്. പക്ഷെ അത് കണ്ടിട്ട് ഇഷ്ടമില്ലാത്ത 2-3 മുഖങ്ങളുണ്ട്, ചന്ദ്രയും സുധിയും ശ്രുതി. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കാൻ, ഹാവു അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ വലിയ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവായി എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ് ശ്രുതി. അപ്പോൾ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവായി. വൈകുന്നേരമായി, രാത്രിയായി. രേവതിയും സച്ചിയും കൂടിയിട്ട് പൈസയൊക്കെ എന്നെ കണക്കൂട്ടാണ്. അപ്പോൾ രേവതിയോട് സച്ചി പറയേണ്ടത്, എന്നാൽ രേവതി 1.5 ലക്ഷം രൂപയുണ്ട്, ഇത് നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് സ്വർണ്ണം എടുക്കാൻ പറയുമെന്ന് പറയുമ്പോൾ, വേണ്ട സച്ചേട്ടാ, അതിപ്പോൾ തൽക്കാലം സച്ചേട്ടൻ കാറിൻ്റെ പൈസ അടച്ചോ, കാറിൻ്റെ ബുക്ക് പണയം വെച്ചിട്ടല്ലേ സച്ചേട്ടൻ എടുത്തേക്കണത്, സച്ചേട്ടൻ കാറിൻ്റെ ബുക്ക് എടുക്കുക, പണയം വെച്ചത് എടുക്കുക, അമ്മയൊക്കെ മറ്റേ പൈസ കിട്ടുമ്പോൾ കൊടുക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ അല്ല രേവതി, അത് എടുക്കാൻ പറയണം, കാരണം വേറെ ഒന്നല്ല, നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് സ്വർണ്ണം എന്ന് വെച്ചാൽ അതൊരു ലോട്ടറി അല്ല, അത് നമുക്കൊരു സമാധാനം തന്നെയാണ്. പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ എന്തിനെങ്കിലും ഒന്ന് പണയം വയ്ക്കാൻ നമുക്കൊരു തരി സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണെന്ന് പറയാണ്. ശരിയാണ്, ഭാഗ്യം ആ പൈസ കിട്ടിയത്, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ജീവിക്കേണ്ടി വരില്ല, ഇവിടെ ജീവിച്ചിരിക്കുന്നതിനാട്ടിലും ഭേദം വല്ലതും കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു എന്നൊക്കെ പറയാണ് രേവതി. പക്ഷേ എനിക്കൊരു സമാധാനം എന്താ വെച്ചാൽ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പറയുമ്പോൾ സച്ചി പറയണത് ശരിയാണ് രേവതി, നമ്മളെ ഈ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞാലും നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ അച്ഛൻ ഉള്ളിടത്തോളം കാലം നമ്മൾ വീട്ടിൽ നിന്ന് പോകാനും പാടില്ല രേവതി. അതുപോലെ തന്നെ അച്ഛന് ജീവനുള്ളിടത്തോളം കാലം അച്ഛൻ നമ്മളെ ഒറ്റപ്പെടുത്തൂല. ആ ഒരു തിരിച്ചറിവ് എനിക്ക് എന്നോ കിട്ടിയതാ. ഇല്ലെങ്കിൽ സച്ചി എന്നേ ഈ വീട് വിട്ട് പോകേണ്ടതാ. സച്ചി ഒറ്റയ്ക്കാണെങ്കിൽ സച്ചി എപ്പോഴോ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോണ്ട സമയം കഴിഞ്ഞു. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ താങ്ങായും തണലായി നിൽക്കണോണ്ടല്ലേ സച്ചി ഇത്രയെങ്കിലും ജീവിതത്തിൽ ജീവിച്ചിട്ടിരിക്കണത്. ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട അവസരം കഴിഞ്ഞു എന്നൊക്കെ പറയാണ്. അങ്ങനെ പൈസയൊക്കെ എന്നെ കണക്കൂട്ടി എന്നിട്ട് പറയും 25,000 രൂപ അച്ഛന് കൊടുക്കാനുള്ളത് കൊടുക്കണം. രേവതി പറയുമ്പോൾ അതൊക്കെ ഞാൻ അച്ഛനെ എപ്പോഴേ കൊടുത്തു. പറഞ്ഞാൽ അതൊക്കെ കൊടുത്തോ, വെറുതെ അല്ല അതിൽ പൈസ കുറവെന്ന് പറയുമ്പോൾ പറയും അച്ഛനത് വേണ്ടാന്ന് കുറേ പറഞ്ഞതാണ്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ലേ, ഞാനത് അച്ഛന് കൊടുത്തു സച്ചേട്ടാ. അച്ഛൻ പറഞ്ഞു ഈ പൈസ ബാങ്കിലുണ്ടാവും, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നോട് ചോദിച്ചാൽ ഞാൻ തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറയാണ്.
അങ്ങനെ പൈസയൊക്കെ കണക്കൂട്ടി അവരെല്ലാം അളന്ന് എല്ലാം എഴുതി തിട്ടപ്പെടുത്തിയിട്ട് പറയാം, രേവതിയോട് പറയണേ പൈസ എടുത്ത് വെക്കുക രേവതി, ഉണ്ടികയിലെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കണേ, അറിയാലോ ഇവിടെ റോഡിൽ പോകണമെന്നുള്ള വീടാന്നൊക്കെ പറയും. ആ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ പൈസ കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് എടുത്ത് വെക്കാൻ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ശ്രുതിയുടെ കടയാണ്. ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ കടയിൽ ആലോചിക്കണം. ശ്രുതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് പറയണം, എന്നാലും ശ്രുതി 5 ലക്ഷം രൂപ കൊടുക്കണ്ടായിരുന്നു, അത് അവർക്ക് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു. ശ്രുതി ഇതേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതി, വെറുതെ ആവശ്യമില്ലാതെ അതും പറഞ്ഞിട്ട് ഇരിക്കല്ലേ, വാ വന്ന് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് ശ്രുതി അങ്ങോട്ട് പോകാൻ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ശ്രുതി അവിടെ ഇങ്ങനെ മേശയിൽ വന്നിരുന്നു. ശ്രുതി അവിടെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയാൻ, ഒരു സെയിൽസ് ബോയ്, കടയിലത്തെ സെയിൽസ് ബോയ് വന്നിട്ട് പറയുന്നത്, സാർ ഇത് കടയുടെ മുമ്പ് കിട്ടിയതാണെന്ന് പറയാം. അപ്പോൾ അത് എന്താ കഴിക്കുമ്പോൾ മുട്ടയൊന്നു പറയണേ, ആ പൈലയുടെ ആവും, പൈലി കൊണ്ടുപോകാൻ മറന്നതാവും, എത്ര ദിവസമായി ഇതൊക്കെ നാറുണ്ടാവും എന്നൊക്കെ പറയും, എന്തായാലും തുറന്നു നോക്കുക എന്ന് പറയണേ. അപ്പോൾ അവനത് തുറന്നിട്ട് മുട്ടകൾ എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുമ്പോൾ ആ മുട്ടകളിലൊക്കെ എഴുതിയിട്ടും വരച്ചിട്ടും കുറിച്ചിട്ടൊക്കെ, ഇതെന്താ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ ബൊമ്മ മുട്ട, ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂടി അത് കണ്ടിട്ട് ആസ്വദിക്കുമ്പോൾ സെയിൽസ്മാനോട് പറയും, നീ പോയിട്ട് കസ്റ്റമറെ ഡീൽ ചെയ്യുക, ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്, ബിസിനസ്സൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് നീ പോയി കസ്റ്റമറെ ഡീൽ ചെയ്യുമ്പോൾ അയാളെന്നെ പറഞ്ഞു വിടുകയാണ്. ആ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരനായ പൈസ കടം മേടിക്കാറുള്ള പാർക്ക് മേറ്റ് വരുന്ന സമയത്ത് ഇതെന്താ ശ്രുതി ചോദിക്കുമ്പോൾ, ആവേ കടയുടെ മുമ്പ് കിട്ടിയതാണ് കോഴിമുട്ട, ഇതിൽ എന്തൊക്കെയാണ് വരച്ചും കുറിച്ചൊക്കെ വെച്ചെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് നോക്കുമ്പോൾ പറയണം, അയ്യോ ശ്രുതി ഇത് കൂടോത്രല്ലേ, ഇത് മുട്ടയിൽ കൂടോത്രം, ഇതാണ് മുട്ടക്കൂടോത്രം പറയണേ, മുട്ടക്കൂടോത്രം, അതെ ഇത് ശ്രുതിയുടെ ബിസിനസ്, കടയുടെ മുമ്പ് കിട്ടിയെങ്കിൽ ശ്രുതിയുടെ ബിസിനസ് നശിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്, ഇത് ഉണ്ടെങ്കിൽ ഇത് ഇതായി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ കട ബിസിനസ്സൊന്നും ഇല്ലാണ്ട് അടച്ചു പൂട്ടി പോകുമെന്ന് പറയണം. അപ്പോൾ ശ്രുതി കേൾക്കുമ്പോൾ, ഈശ്വര അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ദൈവമേ, എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ ഉണ്ടായി, എന്നിട്ട് അവൻ്റെ കടയിലത്തെ ബിസിനസ്സൊക്കെ പൂട്ടിപ്പോയിട്ട് അവൻ ലാസ്റ്റ് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി അയ്യോ എനിക്ക് അറ്റാക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ ശ്രുതി എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ശ്രുതി പോയിട്ട് ശ്രുതിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരൻ പറയണം, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ അന്ന് പോയൊരു ജോത്സ്യനില്ലേ, ആ ജോത്സ്യനൊന്ന് വിളിച്ചൊക്കെ പറയുമ്പോൾ, ആ വേഗം വിളിക്കും നീ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി അയാളും കൂടിയിട്ട് ജോത്സ്യനെ വിളിക്കേണ്ട. ജോത്സ്യനെ വിളിച്ചിരിക്കുമ്പോൾ ജോത്സ്യൻ ഇങ്ങനെ പറയുകയാണ്, മുട്ട കിട്ടിയ കാര്യമൊക്കെ പറയുകയാണ്. ഞാൻ ശ്രുതിയുടെ ഫോൺ കൊടുക്കാൻ വേണ്ടി ശ്രുതിയുടെ ഫോൺ കൊടുക്കും. ശ്രുതി ഫോൺ എടുത്തിട്ട്, ഹലോ സ്വാമി, ഞാൻ സുധീന്ദ്രനാണ്, അപ്പോൾ നാളെ എന്താ ചോദിക്കുമ്പോൾ ഭരണി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എൻ്റെ കടൽ അവിടെ നിന്ന് മുട്ട കിട്ടിയാലും എന്തൊക്കെ എഴുതി മരച്ചൊക്കെ വെച്ചിട്ടാണോ, കൂടോത്രാണോ, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഫലിക്കുന്നോ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ആളോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എൻ്റെ അമ്മയാന്നൊക്കെ പറയാൻ, അമ്മയുടെ കാര്യമൊക്കെ പറയണം. അപ്പോൾ അതെയോ, അമ്പലത്തിൽ പൂജ ചെയ്യണം, ശരി വ്രതം എടുക്കണം, ഓക്കെ ശരി, 1000 രൂപ അയക്കണം, ശരി അയക്കാം എന്നിങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ കൂട്ടുകാരന് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ സ്വാമി പറഞ്ഞു ചോദിക്കുമ്പോൾ പറയാണ്, ഒന്നുമില്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല, വ്രതം എടുത്താൽ മതി, അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് വ്രതം എടുത്താൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, അല്ല എന്താ അമ്മയുടെ കാര്യമൊക്കെ പറയാനായിട്ടില്ല, അതോ സ്വാമി എന്നോട് ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരേനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ പറയുമ്പോൾ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് പോവാണ്. ശ്രുതിയുടെ മുഖം പോകുമ്പോൾ ശ്രുതി പറയണ, ശ്രുതി എനിക്ക് നിന്നെ ഇഷ്ടമില്ലായില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതാണ്, അപ്പോൾ ഈ കൂടോത്രം ഏറ്റവും കൂടുതൽ ഏൽക്കുക എനിക്കും, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണോ അവർക്കുമാണ് ഏൽക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളും വ്രതം എടുക്കണം, ഒരു ദിവസം മുഴുവൻ ഒരു സാധനം കഴിക്കാൻ പാടില്ല, പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി വഴിപാടുകൾ നടത്തിയിട്ട് വേണം വ്രതം അവസാനിപ്പിക്കാൻ എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, നന്നായേ ഉള്ളൂ എൻ്റെ പേര് പറയാഞ്ഞത് എന്നിങ്ങനെ പറയണം ശ്രുതി. അപ്പോഴും ശ്രുതിക്ക് വിഷമമുണ്ട്. ശ്രുതി വിചാരിച്ചു ശ്രുതി പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ശ്രുതിനെയാന്ന് പറയുന്നതാണ് ശ്രുതി വിചാരിച്ചിരുന്നത്. അങ്ങനെ ശ്രുതി പറയും, ഇപ്പോൾ ഇത് അമ്മോട് പറയണ്ടേ എന്നിട്ടൊക്കെ അങ്ങനെ ചോദിക്കാൻ. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരൻ പറയണ, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ വലിയ പേടിക്കത്തക്ക പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയണേ. ഈശ്വര ഇതിപ്പോൾ എന്നാലും അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, എനിക്കറിയാം ഇത് സച്ചി തന്നെയാവും ചെയ്തിട്ടുണ്ടാവുക പറയണ ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, ഇനി അത് അവൻ്റെ തലയിൽ കൊണ്ടുപോയിട്ടിട്ട് അവനോട് ചോദിക്കാൻ നോക്കാം, അവൻ്റെ അടുത്ത് തല്ലിയിട്ടൊരു പരിവാവും ശ്രുതി, ആവശ്യമില്ലാതെ ആരും കുറ്റപ്പെടുത്തേണ്ട ശ്രുതി, എനിക്ക് തോന്നുന്നത് അത് ശ്രുതിയുടെ പോലെ ബിസിനസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ബിസിനസ്സുകാരാവും ശ്രുതിയുടെ ബിസിനസ് പൂട്ടാൻ വേണ്ടി ചെയ്തതാവുമെന്ന് എനിക്ക് തോന്നണമെന്നൊക്കെ പറയാണ് ശ്രുതി. അങ്ങനെ അവർ ഈ വിവരം അമ്മേനെ അറിയിക്കണ്ടേ. അങ്ങനെ അവർ വീട്ടിലെത്തി. ശ്രുതി വന്നിട്ട് ചന്ദ്രമതിനെ പിടിച്ചു വലിച്ചുകൊണ്ടാണ്, എവിടേക്കാണ് നീ കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അമ്മ ഇങ്ങോട്ട് വയ്ക്കുക, അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ട് പറയാണ്. എന്നിട്ട് ചന്ദ്രമതി കൂട്ടിപ്പിടി, പറയേ ശ്രുതി എന്താ കാര്യം, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചുവിടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മേ നീ അമ്മ എൻ്റെ പൊന്നമ്മയല്ലേ, എൻ്റെ ചക്കര അമ്മയല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മോടല്ലേ, അമ്മയെ പൊന്നമ്മയെ ചക്കര അമ്മയെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിനെ കെട്ടിയപ്പോഴേക്ക് ചന്ദ്രമതി പിടിച്ച് തള്ളുകയാണ്. അമ്മ എന്തിനാ എൻ്റെ തള്ളി, അല്ല നീ ഇങ്ങനെ വല്ലാണ്ട് സ്നേഹിക്കുമ്പോൾ മുഴുവൻ എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് കാരണം എനിക്ക് പേടിയാണ്, നീ വന്ന കാര്യം പറയടാന്ന് പറയണം. അപ്പോൾ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അമ്മ ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിക്കുന്നത് ആരേനെയാണ്, അതെന്താ നിനക്ക് അത്ര സംശയം, നിന്നെ തന്നെയാണ് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ പറയണം അമ്മേ ഇന്നൊരു കാര്യം ഉണ്ടായി, എൻ്റെ കടയിൽ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു, കടയുടെ മുമ്പത്തെ മുട്ട കിട്ടി. കോഴി ഇപ്പോൾ നിൻ്റെ കടയിലാണോ മുട്ടയിടാറോ ചോദിക്കുകയാണ്. അതല്ല അമ്മേ, ആ മുട്ടയിൽ വരയ്ക്കും കുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ അത് മുട്ടക്കൂടോത്രം എന്നാ പറഞ്ഞേ? മുട്ടക്കൂടോത്രം? അതെന്ത് കൂടോത്രം? അതേ അമ്മേ, അങ്ങനെ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സൊക്കെ നശിക്കത്രേ. എൻ്റെ ബിസിനസ് നശിക്കാൻ വേണ്ടി ആരോ ചെയ്തത് അമ്മേ. അത് ഏറ്റവും കൂടുതൽ ഫലിക്കുക എനിക്കും, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണോ അവർക്കുമാണ് ഫലിക്കുക, അവരാണ് ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുക. എന്നിട്ട് ഇതിന് വല്ല പ്രതിഫലവും ഇല്ല, ഇതിന് വല്ല പരിഹാരവും ഇല്ല. ഞാനതിൽ ജോത്സ്യനെ വിളിച്ചപ്പോൾ ജോത്സ്യൻ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ ഇതിനു വേണ്ടി വ്രതം എടുക്കണം. വ്രതം എടുക്കണം എന്നല്ലല്ലോ, നീ എടുത്തോ, ഒരു ദിവസം ഫുള്ള് പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല. എന്നിട്ട് വ്രതം എടുത്തിട്ട് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയി വ്രതം മുറിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ അതിനെന്താ, നീ നാളെ തന്നെ വ്രതം എടുത്തോ, അങ്ങനെയെങ്കിലും ഈ ദോഷപരിഹാരങ്ങളൊക്കെ ആവുമല്ലോ എന്ന് പറയുമ്പോൾ, അതല്ല അമ്മ, വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അതെ, ഞാൻ മാത്രം എടുത്താൽ പോരാ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അമ്മേനെയല്ലേ. അപ്പം അമ്മ കൂടി വ്രതം എടുക്കണം. എനിക്കൊന്നും പറ്റില്ല ഭക്ഷണം കഴിക്കാതിരിക്കാൻ. നീ എന്താ ശ്രുതി പറയണതെന്ന് ചോദിക്കുകയാണ്. അതെ അമ്മയും കൂടി എടുത്താൽ പറ്റും. നീ മിണ്ടാതിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ശ്രുതിയോടാന്ന് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യേ, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കണല്ലേ? ആൻറ്റിയുടെ സൂത്രം കൊള്ളാൽ, ആൻറ്റി ഇഷ്ടം എന്നല്ലേ പറഞ്ഞു, ആൻറ്റി എന്നെ വ്രതം എടുത്തോ എന്ന് പറയാണ് ശ്രുതി. അങ്ങനെ ചന്ദ്രമതിയെ ശ്രുതിയും കൂടി വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് ചെന്നുപെട്ടേക്കുന്നത്. ഇനി അവരുടെ വ്രതവും മുട്ടക്കൂടോത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അപ്പം നിങ്ങൾക്ക് സീരിയലിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്